കുട്ടി സംസാരിക്കുന്നില്ലേ എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് വീട്ടിൽ നോക്കി നോക്കൂ. നിങ്ങൾ തന്നെ ചെയ്യുന്നതായിരിക്കും, പക്ഷെ അത് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ കുട്ടികളിൽ ചേഞ്ചസ് വരാം. ഒരിക്കലും നിങ്ങൾ കുട്ടികളുടെ അടുത്ത് ഈ ഒരു രീതിയിൽ പെരുമാറാതിരിക്കാം. നിങ്ങൾ കുട്ടിക്ക് വേണ്ടി സംസാരിക്കാറുണ്ടോ? മറ്റുള്ളവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനുത്തരം നിങ്ങളാണ് കൊടുക്കുന്നത്? ഒരിക്കലും ചെയ്യരുത്. അവർക്ക് അവരുടേതായ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ടി വി കൊടുത്താൽ കുറേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കുറേ സംസാരിക്കും, ഡയലോഗ്സ് പറയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ശരിക്കും തെറ്റാണ്. കമ്മ്യൂണിക്കേഷൻ അല്ല അവിടെ നടക്കുന്നത്. അവർ ജസ്റ്റ് എന്തൊക്കെയോ പറയുന്നു, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ മകൾ ലേസിയാണ്, എൻ്റെ മകൻ മടിച്ചിയാണ് എന്നുള്ള ലേബൽ കൊടുത്തിട്ടുണ്ടോ? അത് അവരെ ഒരിക്കലും മുന്നോട്ട് നയിക്കില്ല, എപ്പോഴും പിന്നോട്ട് മാത്രമാണ് നയിക്കുന്നത്. സമയമായിട്ടില്ല, ഇനിയും സമയമുണ്ടെന്ന് കരുതുന്നവരാണോ നിങ്ങൾ? പക്ഷേ ഇപ്പോഴും നിങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടാവില്ല, ചില കേസുകളിൽ ലേറ്റ് ആയിട്ടുണ്ടാവാം. അതുകൊണ്ട് ഏർലി ഇൻ്റർവെൻഷൻ എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കൂ. നിങ്ങളുടെ കുട്ടികൾ ഡിഫറൻസ് കാണാം. ഇതിലും പലർക്കും പല ഡൗട്ടുകൾ ഉണ്ടാവും. എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെയാണ് കുട്ടീൻ്റെ അടുത്ത് പെരുമാറേണ്ടത്, എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. ഫോർ മോർ ഡീറ്റെയിൽസ് റീഡ് ദ ക്യാപ്ഷൻ ബിലോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ.